ഡാഡിനെ പറ്റിക്കലായിരുന്നു മെയിൻ പരിപാടി. ജാതി തല നനഞ്ഞ വീഴോ. ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ കുറച്ച് നേരം. അപ്പോൾ നിങ്ങൾ പാച്ചുവിൻ്റെ കളിയൊക്കെ കണ്ടില്ലേ. ഞാൻ ആദ്യം ഇറക്കണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ അവൻ വന്നിട്ട് പറഞ്ഞു, അമ്മ മഴ ഇഷ്ടമാണ്, പാച്ചുവിന് പോകണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടി കളിച്ചോട്ടെ, കുട്ടികളാവുമ്പോൾ മഴയും വെയിലും ഒക്കെ കൊണ്ട് നടക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഒരു മെൻറ്റാലിറ്റി കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു, അസുഖം വരുമോ എന്നൊക്കെ വെച്ചിട്ട് പൊത്തിയിട്ടാണ് ഞാൻ അവനെ കൊണ്ട് നടന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അവൻ എല്ലാതും എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ വിട്ടിരിക്കുകയാണ്. പിന്നെ ഈ ഷവർ ക്യാപ്പ് വെച്ചിട്ടുണ്ട്, സ്വിമ്മിങ് ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തലയിൽ വെള്ളം ഇറങ്ങിയിട്ട് പനിയൊന്നും വരണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ മാക്സിമം അവൻ എൻജോയ് ചെയ്യാണ് കേട്ടോ. ശരിക്കും ഈ സമയത്ത് ഞങ്ങൾ തോമുനെ മിസ് ചെയ്തു. തോമു ഡേ കെയറിൽ പോയേക്കായിരുന്നു. തോമും കൂടി ഉണ്ടെങ്കിൽ ഇതല്ല ഇതിൻ്റെ അപ്പുറം എൻജോയ്മെൻ്റ് ആയേനെ. അവനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദേ ഡിവൈനും മഴയത്ത് അവനതേ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക, എവിടെയെങ്കിലും ചടഞ്ഞു കൂടി ഇരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ ദേ ഉച്ച തിരിഞ്ഞതേ എല്ലാവരും ഉറങ്ങി എണീറ്റു. പിള്ളേർക്ക് സ്നാക്സൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് വെള്ളിയാഴ്ച ആയത് കാരണം നമുക്ക് എല്ലാവരും വെജിറ്റേറിയൻസ് ആണ് ഇന്ന്. വെജിറ്റേറിയൻസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ മുട്ട കഴിക്കും കേട്ടോ, വെജിറ്റേറിയൻസ് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് രാത്രിയിലേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത് മുട്ട തിളപ്പിച്ചതും ചപ്പാത്തിയാണ്. അപ്പോൾ മുട്ട തിളപ്പിച്ചത് നിങ്ങൾക്കറിയാം ഞാൻ വിചാരിക്കുന്നു. അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, നമ്മൾ വെളിച്ചെണ്ണയിൽ നമ്മൾ നേരത്തെ ഫ്രഞ്ച് ഫ്രൈസ് വറുത്ത വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ ഇഞ്ചി, വേപ്പില, പച്ചമുളക്, സബോള, ഇത്രയും സംഭവങ്ങൾ അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് ആ എണ്ണയിലിട്ട് വഴന്നതിന് ശേഷം കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി കുറേ അധികമൊന്നും വേണ്ട, കുറച്ച് മതി. പിന്നെ ദേ മുളക് പൊടി. ഇത് നമ്മുടെ സാധാരണ മുളക് പൊടിയാണ് കേട്ടോ. നല്ല ഫ്രെയിം ബ്യൂട്ടിക്കാണെങ്കിൽ അല്ലെങ്കിൽ കാണാൻ കുറച്ചും കൂടി അപ്പീലിംഗ് ആവണമെങ്കിൽ കാശ്മീരി ചില്ലി യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. പിന്നെ ഇതാ മല്ലിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതെ, അത് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ കുറച്ച് തക്കാളി ഇട്ട് നന്നായിട്ട് ആ മസാലയുടെ ആ പച്ചക്കുത്തും ഒക്കെ ഒന്ന് മാറാനായിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഞാൻ അപ്പുറത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ മാഗിയുടെ ഈ ചിക്കൻ ക്യൂബ്സ് ഇടും കേട്ടോ. ഇത് ഓപ്ഷണലാണ്. ഇതിൻ്റെ ഫ്ലേവർ എനിക്കും ഡിവൈനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ചിക്കൻ്റെ ഒരു ഫ്ലേവർ അതിൽ വരും. ഈ ഒരു സോൾട്ടി ഫ്ലേവറൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലും ഈ മസാലയിലും കിടന്ന് ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടയണം. ഒന്ന് കുറുകിയ ഒരു പരുവത്തിൽ വരും കേട്ടോ. നമ്മുടെ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കില്ലേ, ഏകദേശം അതൊക്കെ തന്നെ സംഭവം. ഞാൻ നേരത്തെ മസാലയ്ക്ക് ഇട്ടപ്പോൾ ഗരം മസാല ഇടാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ വഴറ്റുന്നതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. ഞാൻ മറന്നതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണവും കാര്യങ്ങളൊക്കെ മാറിക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് സിമ്മിലിട്ടിട്ട് നമ്മുടെ മുട്ടയുണ്ടല്ലോ, മുട്ട നമുക്ക് നേരെ ഇതിൽ പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് മുട്ട വേവിച്ചിട്ടിടണമെങ്കിൽ ഇത് മുട്ടക്കറിയാവും. മുട്ട തിളപ്പിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് മാത്രമല്ല, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ മുട്ട ജസ്റ്റ് പൊട്ടിച്ച് ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് സിമ്മിലിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇതായിരുന്നു ഇത് ഞങ്ങളുടെ ചപ്പാത്തിയുടെ കറി കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. 5 മുട്ടയാണ്, 5 പേർക്ക് 5 മുട്ട എന്നുള്ള രീതിയിൽ ഞങ്ങൾ എടുത്തു. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അതൊന്ന് ഗാർണിഷ് ചെയ്തു. ഞങ്ങളെല്ലാവരും കഴിച്ച് എല്ലാവരും അവരവരുടെ വഴിക്ക് പോയിട്ടോ. അപ്പോൾ പാച്ചു കുളിയും അവൻ്റെ ജപമൊക്കെ കഴിഞ്ഞ് അപ്പാപ്പനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പാപ്പനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവൻ്റെ പരിപാടി. അപ്പോഴേക്കും ഞാൻ പാച്ചുവിന് നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള അവൻ്റെ ഡയപ്പർ ബാഗൊക്കെ സെറ്റാക്കി. പിന്നെ സ്കൂളിലേക്ക് നാളെ അവന് പൂൾ ഡേ ആണ്. അപ്പോൾ പൂളിൽ യൂസ് ചെയ്യാനുള്ള ടവലും അവൻ്റെ എക്സ്ട്രാ ഡ്രസ്സ്, അവൻ്റെ ഷവർ ക്യാപ്പ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ തലേന്ന് ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കും. പിന്നെ അവർക്ക് ഡയപ്പർ ചേഞ്ചിൻ്റെ സമയത്ത് യൂസ് ചെയ്യാനുള്ള ഡ്രസ്സ്, എക്സ്ട്രാ ഡയപ്പർ, കവർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ ഒരു മുമ്പിലത്തെ കള്ളിയിലൊക്കെ ഞാൻ തലേന്നേ ആക്കി വയ്ക്കും. പിറ്റേ ദിവസം ഇടാനുള്ള ഡ്രസ്സൊക്കെ
ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇത് വെസ്റ്റേൺ പെലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ് കേട്ടോ. ഇത് മുമ്പ് ഞാൻ കുറച്ച് നൈറ്റ് ഡ്രസ്സുകൾ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ ആ പേജിൽ നിന്ന് തന്നെ അവിടെ കിഡ്സ് വെയർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ എടുത്തതാണ്. പലരും ചോദിക്കാറുണ്ടല്ലോ പാച്ചുവിൻ്റെ ഈ സ്ലീവ്ലെസ്സും ഈ നൈറ്റ് ഡ്രസ്സും അങ്ങനത്തെ പാറ്റേൺസ് എവിടുന്നാന്നുള്ളത്. ഞാൻ കുറച്ച് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇത് ഈ സെയിം പാറ്റേൺ തന്നെ പല ക്വാളിറ്റിയിലും വരുന്നുണ്ട്. ഇവരുടെ നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേജിൽ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാം. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഫുൾ പാൻറ്റ് നൈറ്റ് ഡ്രസ്സാണ്. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ കുറച്ച് സൈസ് കൂടിപ്പോയി, അപ്പോൾ അതൊന്ന് മാറ്റി മേടിക്കണം. പിന്നെ ഇതാ 2 വേറെ സെറ്റും ഉണ്ട്. ഞാൻ വിചാരിച്ചു പ്ലേ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് യെല്ലോ. പിന്നെ ഇതേ ഒരു കോഡ് സെറ്റ്, ഇതാ ഈ ഒരു പ്രിൻ്റ്, ഇങ്ങനത്തെ ഒരു പ്രിൻ്റ്, ട്രൗസറും ബനിയനും ഒരേപോലെ പാറ്റേൺ ആയിട്ട്. ഇഷ്ടമായോ? ഇന്ന് വേറൊരു കൊറിയറും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റാ പേജിൽ നിന്ന് ഇങ്ങനെ നാടൻ അണ്ടിപ്പരിപ്പ്, നമ്മുടെ വീടുകളിലൊക്കെ അമ്മാമ്മയൊക്കെ എനിക്ക് ചുട്ട് തരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ കശുമാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതുപോലത്തെയൊക്കെ കഴിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണെങ്കിലും ഇത് കുറച്ചും കൂടി ഭയങ്കര നാടനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കിയതാണ്. അപ്പോൾ പാച്ചുനും അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അവൻ യൂഷ്വലി അങ്ങനെ കാഷ്നട്ടൊന്നും കഴിക്കാൻ വലിയ താല്പര്യം കാണിക്കാറില്ല. പക്ഷെ ഇതിൻ്റെ ആ ഹസ്ക് റിമൂവ് ചെയ്യുന്നതും അങ്ങനത്തെ പ്രോസസ്സൊക്കെ കണ്ടപ്പോൾ അവനെന്തോ ഭയങ്കര സംഭവമായിട്ട് തോന്നിയിട്ട് അവനത് കഴിക്കുന്നുണ്ടായിരുന്നു. ഇതും ഞാൻ ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ലേബിളിൽ പേരുണ്ട്, ചുട്ട നാടൻ അണ്ടിപ്പരിപ്പ്. അങ്ങനെയാണ് അവരുടെ ഇൻസ്റ്റാ പേജും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും എന്താ പറയുക, ഇങ്ങനെ നാടൻ സംഭവങ്ങൾ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു പേജ് ഒന്ന് നോക്കിയാൽ പല ഫ്ലേവേഴ്സിലൊക്കെ ഉണ്ട്, പെപ്പർ അത് ഇതൊക്കെ ഉണ്ട്. അവരുടെ പേജ് ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ആ ബോക്സ് പൊട്ടിച്ച് പാച്ചുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പാപ്പൻ ഉറങ്ങിയ അപ്പാപ്പനാണ്. ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ എന്നുകൊണ്ട് അപ്പാപ്പനും അമ്മാമ്മയൊക്കെ വന്ന് കഴിച്ചു. അപ്പോൾ പാച്ചുവിന് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ വരുന്നത്. ശരിക്കും തനി നാടൻ സംഭവം, ഒരു തനി നാടൻ അണ്ടിപ്പരിപ്പാണ് കേട്ടോ. പിന്നെ വേറെ എനിക്കൊരു കൊറിയറും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ചില ദിവസം അങ്ങനെയാണ് കൊറിയറുകളുടെ ഒരു ആഘോഷം. സത്യം പറഞ്ഞാൽ നമുക്ക് ആരൊക്കെയോ ഗിഫ്റ്റ് അയക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. പ്ലെയിൻ സാരിക്ക് ലേസ്, സിമ്പിളായിട്ടുള്ള ലേസ് വയ്ക്കാനും പിന്നെ അനാർക്കലി ഫ്രോക്സിനൊക്കെ പറ്റുന്ന ഒരുപാട് ലേസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ലേസ് ഓഫ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് എനിക്കിത് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിലുള്ളതാണല്ലോ പ്ലെയിൻ സാരിയിൽ കുറച്ച് ലേസൊക്കെ വെച്ചിട്ട് നല്ല ഹെവി ബ്ലൗസൊക്കെ വെച്ച് ഒരെണ്ണം ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് ഞാൻ 1-2 ഞാൻ അങ്ങനെ ചൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ വൈറ്റാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിലെ ഡ്രസ്സുകളിലൊക്കെ മമ്മി ഇങ്ങനത്തെ ലേസൊക്കെ വെച്ചിട്ടായിരുന്നു എൻ്റെ കൊച്ചിലത്തെ ഡ്രസ്സുകളൊക്കെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു സത്യം പറഞ്ഞാൽ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ആക്ച്വലി ഇന്ന് വീഡിയോ എടുക്കണ്ട എന്തോ ഒരു മടുപ്പ് തോന്നി. പക്ഷേ വിചാരിച്ചു ഇനിയിപ്പോൾ ഇടാണ്ടിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് വെറുതെ ചെയ്തൊരു വീഡിയോ ആണ്. അങ്ങനെ ചില ദിവസം നമുക്കൊന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കണം, ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കണം എന്ന് തോന്നും. അങ്ങനെ വേസ്റ്റ് ചെയ്തൊരു ദിവസമാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, വീഡിയോ എടുത്തില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ചില ദിവസം ഈ പറഞ്ഞ പോലെ പാട്ട് കേട്ട് ചെയ്യാനുള്ളൊരു മൂഡിൽ നിൽക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും, ശരിക്കും വീഡിയോ എടുക്കുക കുക്കിങ്ങിൻ്റെ ഇടയിൽ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രാക്ഷനാണ്. ആ ഒരു കുക്കിങ്ങിൻ്റെ ആ ഒരു എൻജോയ്മെൻറ്റ് കട്ട് ചെയ്തൊരു സംഭവമാണ്. പ്രത്യേകിച്ച് എനിക്ക് പാട്ട് വെച്ച് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ലോകത്ത് നിന്ന് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പാട്ട് പാടി പാട്ട് കേട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നത് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ഡിസ്ട്രാക്ഷൻ പോലെയാണ്. അപ്പോൾ ഇന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ആ ഒരു മൂഡിൽ ആ ഒരു ഓളത്തിൽ ഇങ്ങനെ ചെയ്തു പോയി എന്നല്ലാണ്ട് വീഡിയോ ആയിട്ട് ഒന്നും ഞാൻ രാത്രി വരെ ഒന്നും എടുത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഇടണ്ട എന്ന് പോലും വിചാരിച്ചതാണ്. പക്ഷേ വിചാരിച്ചു ഇനി വേണ്ട, കുറച്ച് പേര് നമുക്ക് എന്താ പറയുക, വീഡിയോ കാണാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് പേരില്ലെങ്കിലും ഒരു 10 പേരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി അവരെ നിരാശരാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. പിന്നെ എന്നെ കാണുമ്പോൾ ഞാൻ ഈ പ്രസവരക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. തലയിൽ മുഴുവൻ എണ്ണയും മുഖത്ത് മുഴുവൻ എന്താ പറയുക എണ്ണമയവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക എണ്ണയിൽ കുളിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ മുഖമൊക്കെ കണ്ടില്ലേ, മുഖത്തൊക്കെ ഒരു എണ്ണമയാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചില ദിവസങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു
ഈ ഒരു മെയ് മാസം എന്ന് പറയുമ്പോൾ എനിക്ക് പല ഓർമ്മകളാണ്. അപ്പോൾ 3 വർഷം മുമ്പ് ഞാൻ പ്രസവിക്കാൻ എന്താ പറയുക, പ്രസവ സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ ചെറുതായിട്ട് പെയിനും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങിയ ഒരു സമയമാണ്. നമ്മുടെ ആ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഉണ്ടായിരുന്നില്ല, 5-ാം മാസത്തിലെ ഡേ ഇൻ മൈ ലൈഫ്, അതൊക്കെ ഈ ഒരു സമയത്താണ് എടുക്കുന്നത്. ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ മെയ് 30-ാം തീയതിയാണ് എന്നെ ഇങ്ങനെ സ്റ്റിച്ചിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഹോസ്പിറ്റലിൽ കയറ്റുന്നതും സർജറി ചെയ്യുന്നതും. അന്ന് മുതലുള്ള സ്ട്രഗിൾസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ആ ദിവസത്തിനോട് അടുപ്പിച്ച് വരുമ്പോൾ എനിക്ക് എല്ലാ വർഷവും, ഇപ്പം 3 വർഷമായി, എല്ലാ വർഷവും എന്തോ ചില ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു ഇന്നും. അപ്പോൾ അതൊക്കെ പക്ഷെ ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. ആ സമയത്തൊക്കെ ഭയങ്കര സങ്കടമായിരുന്നെങ്കിലും ഇന്ന് ഞാൻ ഭയങ്കര പ്രൗഡാണ്. പാച്ചുൻ്റെ ഓരോ വളർച്ച കാണുമ്പോഴും അവൻ്റെ ഓരോ ഗ്രോത്ത്, അവൻ്റെ ഓരോ ഡെവലപ്മെൻറ്റ്സ് കാണുമ്പോഴും അന്നത്തെ ഒക്കെ വളരെ നിസ്സാരമായിട്ട് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. വളരെ ബ്ലെസ്ഡാണെന്ന് തോന്നാറുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി ഞാൻ കിടക്കാൻ പോട്ടെ. പാച്ചു ഉറങ്ങിയിട്ടില്ല, ഞാൻ അവൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ജസ്റ്റ് ഒരു വൈൻഡപ്പ് പറയാൻ വേണ്ടിയിട്ട്. കാരണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്ന വ്യക്തിയേ ഇല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു പ്രസൻസ് അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോട്ടെ കേട്ടോ.